പത്തനംതിട്ടയിൽ 13-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ അമ്മയും അവരുടെ കാമുകനും അറസ്റ്റിലായി. അമ്മയുടെ സാന്നിധ്യത്തിൽ പീഡനമുണ്ടായെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. കൊലപാതകമടക്കം 11 കേസുകളിൽ പ്രതിയാണ് പിടിയിലായ റാന്നി അങ്ങാടി സ്വദേശി ജയ്മോൻ. മകളെ ആൺസുഹൃത്ത് പീഡിപ്പിച്ചത് അമ്മ കൂടി അറിഞ്ഞുകൊണ്ടാണെന്ന കണ്ടെത്തലാണ് പുതിയ കേസിനെ വ്യത്യസ്തമാക്കുന്നത്. പിടിയിലായ ജയ്മോൻ കൊലപാതകമടക്കം നിരവധി കേസുകളിലെ പ്രതിയും. കേസെടുത്തതോടെ പെൺകുട്ടിയുടെ അമ്മയോടൊപ്പം ഇയാൾ കർണാടകയിലേക്ക് കടന്നു. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കണക്കിലെടുത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മംഗലാപുരത്ത് നിന്നാണ് ഇരുവരെയും പിടികൂടിയത്. മലപ്പുറം കാളികാവിലെ ഒരു കൊലക്കേസിൽ പിടികൊടുക്കാതെ കഴിഞ്ഞു വന്ന ആളാണ് ജയ്മോൻ. മുൻപ് ഒരു കൊലക്കേസിൽ പിടിയിലായി ജയിലിൽ കഴിയവേ സഹതടവുകാരൻ മുഖേനയാണ് പെൺകുട്ടിയുടെ അമ്മയെ ഇയാൾ പരിചയപ്പെടുന്നത്. അവരാകട്ടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ജയ്മോനോടൊപ്പം കൂടുകയും ചെയ്തു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പെൺകുട്ടിയെയും അമ്മയെയും ഇയാൾ പത്തനംതിട്ടയിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് ലോഡ്ജ് മുറിയിൽ അമ്മയുടെ സാന്നിധ്യത്തിൽ പീഡിപ്പിച്ചു എന്നാണ് മൊഴി. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബാലരാമപുരത്ത് സ്വദേശിയായിട്ടുള്ള ഈ കേസിലെ പ്രതി അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ മകളെ പത്തനംതിട്ട വെച്ച് 13 വയസ്സുകാരിയായ ആ കുട്ടീനെ വളരെ മൃഗീയമായിട്ട് പീഡനത്തിനിരയാക്കിയ കേസായിരുന്നു. ഈ കേസിലെ പ്രതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 11 കേസുകളിൽ, നമുക്കിപ്പോൾ അറിവായിട്ടുള്ള 11 കേസുകളിൽ പ്രതിയാണ്. കൊലപാതകം ഉൾപ്പെടെ 3, ഇത് കൂടാതെ 3 റേപ്പ് കേസുകൾ, മോഷണ കേസ് തുടങ്ങി എല്ലാവിധ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലും പ്രതിയായിട്ടുള്ളതും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള പ്രതിയാണ്. പെൺകുട്ടിയും അമ്മയും തിരുവനന്തപുരം സ്വദേശികളാണ്. പീഡനം സംബന്ധിച്ച് പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പീഡനം നടന്ന സ്ഥലമായ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് CWC റിപ്പോർട്ട് കൈമാറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നിർണായക അറസ്റ്റ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.